ഈ ഭൂമിയിലല്ലാതെ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരിടത്തും ജീവൻ നിലനിൽക്കുന്നതായി നാം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്മെ ആവരണം ചെയ്യുന്ന ഈ അന്തരീക്ഷവും കടന്ന് ശൂന്യാകാശത്തേക്ക് മനുഷ്യനെ പോകാൻ എങ്ങനെയാണ് കഴിയുന്നത്? അത് നിങ്ങൾ ഇതുവരെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ, സ്പേസ് വാക്കിംഗ്, ലൂണാർ ലാൻഡിംഗ് ഇവയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശൂന്യാകാശത്തിലേക്കുള്ള മനുഷ്യൻ്റെ സഞ്ചാരത്തിന് സഹായം നൽകുന്നത് സ്പേസ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു അത്ഭുത വസ്ത്രമാണ്. ഈ സ്പേസ് സ്യൂട്ട് ധരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ബഹിരാകാശ സഞ്ചാരികളെ തിരിച്ചറിയുന്നത് പോലും. നാം ധരിക്കുന്ന വസ്ത്രം പോലെ ഒരു സിമ്പിൾ വസ്ത്രമല്ല സ്പേസ് സ്യൂട്ട് എന്നത്. വളരെ സങ്കീർണമായ ഒരു സംവിധാനമാണ് സ്പേസ് സ്യൂട്ട്. മനുഷ്യന് ഭൂമിയിൽ ജീവൻ നിലനിർത്തുവാൻ എന്തൊക്കെ സാഹചര്യങ്ങൾ വേണമോ ആ സാഹചര്യങ്ങളെല്ലാം നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് ഈ സ്പേസ് സ്യൂട്ട് എന്നത്. ഇത് മനുഷ്യരൂപത്തിലുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റാണ് എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സ്പേസ് സ്യൂട്ട് ധരിക്കാൻ അത്ര സുഖകരമായ ഒന്നല്ല. ഈ സ്യൂട്ട് ധരിക്കുന്ന വഴി ഉളുക്ക്, ചതവ്, പിഞ്ചിഡ് നെർവ്സ് ഇവയൊക്കെ സംഭവിക്കാം. എന്തിന് 10-22 ബഹിരാകാശ സഞ്ചാരികളുടെയെങ്കിലും ഷോൾഡർ സർജറി നടത്തിയിട്ടുണ്ട് ഈ സ്പേസ് സ്യൂട്ട് ധരിച്ചത് വഴി. ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ വിരൽ വരെ മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും അത്ര ഒരു സുഖകരമായ ഒന്നല്ല ഈ സ്പേസ് സ്യൂട്ട് ധരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് സ്പേസ് സ്യൂട്ട്? എങ്ങനെയാണ് നമ്മെ സംരക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് സ്പേസ് സ്യൂട്ടിനുള്ളിലുള്ളത്? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗഗന സഞ്ചാരികളുടെ ഒരു വസ്ത്രം തന്നെയാണ് സ്പേസ് സ്യൂട്ട്. സ്പേസ് സ്യൂട്ട് എങ്ങനെയൊക്കെയുള്ള ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്? ഒന്ന്, ആവശ്യമായ പ്രഷർ നൽകുക. ശൂന്യാകാശത്ത് വായുവില്ല, അതുകൊണ്ട് പ്രഷറില്ല. അതുകൊണ്ട് ആവശ്യമായ പ്രഷർ നൽകുന്നതാണ് ഒരു ധർമ്മം. മറ്റൊന്ന്, ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്യുക. കുടിവെള്ളം നൽകുക. സ്പേസിൽ നിരവധി റേഡിയേഷൻ ഉണ്ട്. സോളാർ റേഡിയേഷൻ, കോസ്മിക് റേഡിയേഷൻ, മൈക്രോ മീറ്ററൈറ്റ്സ്. ഇവയിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചേ പറ്റൂ. അതും ഇതിൻ്റെ ധർമ്മമാണ്. മറ്റൊന്ന്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് ഈ ബഹിരാകാശ സഞ്ചാരികൾക്ക് തൊട്ടടുത്തുള്ള ക്രൂ മെമ്പറുമായിട്ടോ ഗ്രൗണ്ട് സ്റ്റേഷനുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ഈ സ്പേസ് സ്യൂട്ടിനുള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴിയാണ് അവരത് നിർവഹിക്കുന്നത്. ബഹിരാകാശത്ത് അതിശൈത്യവും ഉയർന്ന ചൂടും അനുഭവപ്പെടാം. -150°C ടു +120°C വരെ ഊഷ്മവ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ ഈ ഊഷ്മവ്യത്യാസത്തിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ടും ഉപയോഗപ്പെടുത്തുന്നു. 2 തരത്തിലുള്ള സ്പേസ് സ്യൂട്ടുകളാണുള്ളത്. ഒന്ന് IVA, ഇൻട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി സ്യൂട്ട്. മറ്റൊന്ന് EVA, എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി സ്യൂട്ട്. പേരിൽ തന്നെ വ്യക്തമാണ്, ഇൻട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി സ്യൂട്ട് വെഹിക്കിളിന് ഉള്ളിൽ ഉപയോഗിക്കാനും എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി സ്യൂട്ട് വെഹിക്കിളിന് പുറത്ത് ഉപയോഗിക്കാനാണ്. വെഹിക്കിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്പേസ് ക്രാഫ്റ്റ്. അതൊന്നുകിൽ സ്പേസ് ക്രാഫ്റ്റ് ആകാം, അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റലേഷൻസ് ആകാം. ISS പോലെയുള്ള വലിയ ഇൻസ്റ്റലേഷനും ആകാം. സോയൂസ് പേടകത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന IVA സ്യൂട്ടിനെ വിളിക്കുന്നവരാണ് സോക്കോൾ. നിങ്ങൾക്ക് സംശയം തോന്നാം, എന്തിനാണ് ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സ്യൂട്ട് ഉപയോഗിക്കുന്നത്? കാരണം സ്പേസ് ക്രാഫ്റ്റ് തന്നെ ഒരു സെൽഫ് കണ്ടൈൻഡ് സംഗതിയാണ്. അതിനുള്ളിൽ പ്രഷർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ഉണ്ട്, വാട്ടർ സപ്ലൈ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എന്നിരിക്കലും ലിഫ്റ്റ് ഓഫ്, ഡോക്കിംഗ്, അൺഡോക്കിംഗ്, റീ എൻട്രി, ലാൻഡിംഗ്, ഈ സമയത്തെല്ലാം നിർബന്ധമായും ആസ്ട്രോനോട്ട്സ് IVA ധരിച്ചിരിക്കണം. കാരണം ഇത് റിസ്കി ആയിട്ടുള്ള ഘട്ടങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഈ സ്പേസ് ക്രാഫ്റ്റിനുള്ളിൽ കൃത്യമായ പ്രഷറും മറ്റുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കാരണത്താൽ ഫയർ മൂലം പുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണസ് ഗ്യാസിൻ്റെ എമിഷൻ വരികയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആസ്ട്രോനോട്ടുകൾക്ക് ഒരു സംരക്ഷണം നൽകുന്ന കവചം എന്ന് പറയുന്നത് ഈ IVA ആണ്. പക്ഷേ ഈ IVA എല്ലായ്പ്പോഴും ധരിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില അവസരങ്ങളിൽ അവർ അത് ഉപേക്ഷിച്ച് അതിനുള്ളിലിരിക്കും.
ഉദാഹരണം പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുള്ളിൽ താമസിക്കുന്നവർ പലപ്പോഴും IVA ഉപയോഗിക്കാറില്ല. പക്ഷേ അവർ തിരിച്ചു വരുമ്പോഴും മറ്റും തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഘട്ടങ്ങളിൽ നിർബന്ധമായും IVA സ്യൂട്ട് ഉപയോഗിച്ചിരിക്കണം. പ്രഷറൈസേഷൻ കൺട്രോൾ ചെയ്യാനുള്ളൊരു വാൽവുണ്ട്. ഈ വാൽവ് തിരിച്ച് നമുക്ക് ഇതിനുള്ളിലുള്ള പ്രഷർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു മാക്സിമം 0.3 to 0.4 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ഈ സ്യൂട്ടിനുള്ളിൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വല്ലാതെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ബലൂൺ പോലെ ചീർത്ത് വരികയും നമ്മുടെ മൊബിലിറ്റിയെ ഇത് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ വാൽവ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ളിലുള്ള പ്രഷർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മാത്രമല്ല ഇതിനുള്ളിലുള്ള പ്രഷർ ഈ 0.3 to 0.4 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന എയറിന് പുറമേ അഡീഷണൽ ഓക്സിജൻ സപ്ലൈ നൽകുന്നുണ്ട്. അതിനൊരു പ്രത്യേക ട്യൂബ് ഉണ്ടായിരിക്കും. അപ്പോൾ 2 ട്യൂബ് വഴിയാണ് എയറും ഓക്സിജനും കടത്തിവിടുന്നത്. അപ്പോൾ ഈ കാണുന്നത് എയറും ഓക്സിജനും കണക്ട് ചെയ്യുന്ന ട്യൂബുകളാണ്. ഈ ട്യൂബ് സ്പേസ് ക്രാഫ്റ്റിൽ തന്നെയായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ നിന്നുള്ള ഓക്സിജനും എയറുമാണ് ഈ IVA സ്യൂട്ടിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ട്യൂബിലൂടെ ഹെൽമെറ്റിനുള്ളിലേക്ക് ചെന്ന് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. ഈ ഗ്രൗണ്ട് സ്റ്റേഷനുമായിട്ടോ അല്ലെങ്കിൽ കൂടെയുള്ള ക്രൂവുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ഹെഡ്സെറ്റ് തലയിൽ വച്ച് പിടിപ്പിക്കുന്നു. ആ ഹെഡ്സെറ്റിന് ഹെഡ്ഫോൺ ഉണ്ടായിരിക്കും, മൈക്രോഫോൺ ഉണ്ടായിരിക്കും. ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ സഹ ക്രൂ മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേഷനുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും സ്പേസ് സ്യൂട്ടിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അടുത്തത് എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി സ്യൂട്ട് അഥവാ EVA. ഇതിനെ നാസ വിളിക്കുന്നത് എക്സ്ട്രാ വെഹിക്കുലാർ മൊബിലിറ്റി യൂണിറ്റ് അഥവാ EMU എന്നാണ്. അപ്പോൾ EVAയും EMU എല്ലാം ഒന്ന് തന്നെയാണ്. പൊതുവെ യൂറോപ്യൻ സ്പേസ് ഏജൻസി EVA എന്ന് വിളിക്കുന്നു, നാസ ഇതിനെ EMU എന്ന് വിളിക്കുന്നു. ധർമ്മമെല്ലാം ഒന്ന് തന്നെയാണ്. ഇതിന് ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പേസ് ക്രാഫ്റ്റിന് പുറത്ത് ആണെങ്കിൽ പുറത്തിറങ്ങി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. സ്പേസ് വാക്കിംഗ്, ചന്ദ്രനിലിറങ്ങുന്നത്, സ്പേസ് ഇൻസ്റ്റലേഷനുകളെ റിപ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ISS തന്നെ പുറത്തിറങ്ങി റിപ്പയർ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഹബിൾ ടെലിസ്കോപ്പ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ പൂർണ്ണമായും വാക്വത്തിലാണ് നിൽക്കുന്നത്. അവരുടെ റഷ്യക്കാരുടെ സോയൂസ് പേടകത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന ഒരു EVA സ്പേസ് സ്യൂട്ടാണ് ഓർലാൻ. ചിലപ്പോൾ മണിക്കൂറുകളോളം നമുക്ക് സ്പേസ് വാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മണിക്കൂറുകളോളം സ്പേസ് വാക്ക് ചെയ്യുമ്പോൾ ആവശ്യമായ ഓക്സിജൻ, പ്രഷർ മെയിൻ്റനൻസ് ഇതെല്ലാം നൽകുന്നത് പഴയ കാലത്തിലൊരു അംബിലിക്കൽ കോഡ് ഉപയോഗിച്ചിട്ടാണ്. ഈ അംബിലിക്കൽ കോഡ് സ്പേസ് വെഹിക്കിളുമായിട്ട് കണക്ട് ചെയ്ത് IVA എങ്ങനെയാണോ പ്രഷറും ഓക്സിജനും സപ്ലൈ ചെയ്തിരുന്നത് അതേപോലെയായിരുന്നു. പക്ഷേ ഇപ്പം ഇതൊരു പൂർണ്ണമായും ഒരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റാണ് ഈ EVA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്യാനും പിന്നെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനും പ്രഷർ നൽകാനും എല്ലാം വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഇവർക്ക് ബാക്ക് പാക്ക് ആയിട്ടുണ്ടായിരിക്കും. ഇതിനെ പ്ലിസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ IVAയിൽ PLSS ഇല്ല. കാരണം അതിലെ ട്യൂബുകളും കോഡുകളും എല്ലാം കണക്ട് ചെയ്യുന്ന നേരെ സ്പേസ് ക്രാഫ്റ്റിലേക്കാണ്. ഇത് പൂർണ്ണമായ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റിയാണ് ഈ EVA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ EVA IVAയെക്കാളും വളരെ കോംപ്ലക്സും കൂടെയാണ്. നമുക്ക് ഒരു സ്പേസ് സ്യൂട്ടിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സ്പേസ് സ്യൂട്ടിന് ഒരു ലെയേർഡ് സ്ട്രക്ചറാണുള്ളത്. ആകെ 11 ലെയറാണ് സ്പേസ് സ്യൂട്ടിനുള്ളത്. ഏറ്റവും മുകളിലായിട്ടുള്ള ലെയർ ഓർത്തോ ഫാബ്രിക് ലെയർ എന്നറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് 5 എണ്ണം അലൂമിനൈസ്ഡ് ഇൻസുലേഷൻ ലെയറുകളാണ്. ഈ 6 ലെയർ കഴിഞ്ഞ് പിന്നെ 3 ലെയറുകളുണ്ട്. ഈ 3 ലെയറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു ലെയറിലാണ് എയറും ഓക്സിജനും നിറയ്ക്കുന്നത്. ഇതിനെ ബ്ലാഡർ എന്നാണ് വിളിക്കുന്നത്. അതിനടുത്ത ലെയർ അതിനൊരു സ്ട്രക്ചർ നൽകാനുള്ള സംവിധാനമാണ്. അതായത് സ്യൂട്ടിന് സ്പേസ് സ്യൂട്ടിന് സ്ട്രക്ചർ നൽകുന്ന ലെയർ ഇതിനെ റിസ്ട്രെയിൻറ്റ് ലെയർ എന്നറിയപ്പെടുന്നു. പിന്നീടുള്ള ലെയർ മൈക്രോ മീറ്റിയറോയിഡ് പ്രൊട്ടക്ഷൻ ലെയർ എന്നാണ് അറിയപ്പെടുന്നത്.
ഇത് എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ലെയറാണ്. അപ്പം ആകെ 6 ഉം 3 9 ലെയറായി. ഇനി 2 ലെയറുകൾ കൂടിയുണ്ട്. ഒരു ലെയർ എന്ന് പറയുന്നത് കംഫർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ലെയർ ട്യൂബുകൾ ത്രെഡ് ചെയ്തിട്ടുള്ള, പ്ലാസ്റ്റിക് ട്യൂബുകൾ ത്രെഡ് ചെയ്തിട്ടുള്ള ഒരു അടിവസ്ത്രം പോലെ ഒന്നാണ്. ഈ പ്ലാസ്റ്റിക് ട്യൂബിനകത്തൂടെ വെള്ളം കടത്തിവിട്ട് ശരീരത്തെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിനെ ലിക്വിഡ് കൂളിംഗ് ആൻഡ് വെന്റിലേഷൻ ഗാർമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ മൊത്തം 11 ലെയറുകൾ അടങ്ങിയതാണ് ഒരു സ്പേസ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഭാവിയിലെ സ്പേസ് മിഷനുകൾ, ലൂണാർ മിഷനായാലും ശരി, വരുന്ന മാർസ് മിഷനായാലും ശരി, കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആയിരിക്കില്ല. ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന മിഷനുകളായിരിക്കും അവ. അക്കാരണത്താൽ തന്നെ അവയ്ക്ക് പ്രത്യേകമായി നിർമ്മിച്ച, കുറേ കൂടെ മൊബിലിറ്റി കൂടിയ, കുറേ കൂടെ സാങ്കേതിക വിദ്യ കൂടിയ സ്പേസ് സ്യൂട്ടുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പേസ് സ്യൂട്ടാണ് എക്സ്പ്ലോറേഷൻ എക്സ്ട്രാ വെഹിക്കുലർ മൊബിലിറ്റി യൂണിറ്റ്. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് XMU. ആധുനിക സാങ്കേതികവിദ്യയും സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ സ്പേസ് സ്യൂട്ടുകൾ വളരെ കോസ്റ്റ്ലിയാണ്. 85 തൊട്ട് 100 കോടിയോളം രൂപ ഒരു സ്പേസ് സ്യൂട്ടിന് വില വരും. ഇത്രയുമാണ് എനിക്ക് സ്പേസ് സ്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഈ സ്പേസ് സ്യൂട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.